സൺഡേ ഹോളിഡേ ആണല്ലോ, അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് അവിടെ നീച്ചത്. അപ്പോൾ നീച്ചപാടെ ചായക്കിങ്ങ് വെള്ളം വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ പൊടി വാട്ടാനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തലേന്ന് രാത്രി ദീപാവലി മിഠായി കൊണ്ടുവന്ന കാര്യം അറിഞ്ഞിട്ടോ. ഒരുപാടൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഇത് വലിയ മധുരമില്ലാത്തതാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 ദിവസം നല്ല മഴയാണ്. അപ്പോൾ ഇന്നാണ് കുറച്ചെങ്കിലും ഒരു വെളിച്ചം കാണുന്നത് കേട്ടോ. അപ്പോൾ പത്തിരിയും കടലക്കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഈ കല്യാണത്തിന് മുന്നേയൊക്കെ പത്തിരിയൊക്കെ ചുടുമ്പോൾ അത് കൈപ്പൊള്ളൂ, അല്ലെങ്കിൽ ഈ അടുക്കള വഴി സംബന്ധ ചൂടൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇത്രയല്ലേ സംഭവം ഉള്ളൂ എന്നുള്ള ആ ഒരു വിചാരത്തിലാട്ടോ പണിയൊക്കെ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നല്ല കാര്യമാണല്ലേ. അപ്പോൾ ഇതും ചായ കുടിച്ചുകൊണ്ടാട്ടോ ബാക്കി പരിപാടികൾ തുടങ്ങുന്നത്. അങ്ങനെ കടലക്കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മക്കുട്ടിക്കാണെങ്കിൽ ഒരുപാട് ദിവസമായി അമ്മക്കുട്ടിക്ക് പത്തിരി ഇങ്ങനെ ഇടക്കിടക്ക് പത്തിരി ചുടുന്നതിനൊക്കെ നമുക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വാരി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അമ്മമാർ വാരിത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അവൾ പറയും നല്ല ടേസ്റ്റ് എന്ന് അവൾ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അവന് ഒറ്റ കഴിക്കുന്നുണ്ടോ ഇഷ്ടം. അമ്മക്കുട്ടിയാണെങ്കിൽ രാവിലെ തന്നെ കുളിച്ച് മാറ്റി അവളെ പാപ്പൻ്റെ കൂടെ ഷോപ്പിലേക്ക് അങ്ങ് പോയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നാത്തൂൻ മുകളിലേക്ക് വിളിക്കുന്നു. അപ്പോൾ അവൾ അവിടെ പ്ലാന്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി വിളിക്കേണ്ട സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഓപ്പൺ ടെറസിന് മുകളിൽ ചെറിയൊരു ഫിഷ് ടാങ്ക് കൂടി ഉണ്ടായിരുന്നു. സംഭവം കിടിലനാണ്. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള മീനുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അതിനൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് താഴെ വന്ന് ചായ കുടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. സമയം 9 മണിയിട്ടുണ്ട്. ഇത് അമ്മുക്കുട്ടി ബാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കാരണം ഭക്ഷണം വെറുതെ വേസ്റ്റ് ചെയ്യാണ്ട് വെച്ചിട്ട് ഞാനും അതിൽ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ നമ്മുടെ റൂമിൽ തട്ടിയിരിക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതും കഴിഞ്ഞ് ടി വിയിൽ അങ്ങ് ഉറക്കങ്ങ് പാട്ട് വെച്ച് ബാക്കിയുള്ള പരിപാടികളിലാണ്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ പണിയെടുക്കുമ്പോൾ പ്രത്യേകത എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.